വല്ലാത്തൊരു കടുങ്കൈയാണ് ദേവി ചെയ്തത്. തിരുത്താൻ കഴിയാത്ത മറ്റൊരബദ്ധമെന്ന് പറഞ്ഞാൽ ദേവി പരിഭവിക്കുമാവോ? ബ്രഹ്മദേവ, ഇത് അബദ്ധമല്ല, സുബദ്ധം. ഞാനിത് മനഃപൂർവ്വം ചെയ്തതാണ്. മനഃപൂർവ്വം ചെയ്തതാണെന്നോ? ഒരു നിയോഗം. അതിന് കാരണമാവാൻ വിഷ്ണുദേവന്റെ പരിഹാസം സഹായിച്ചു എന്ന് മാത്രം. മനസ്സിലാവുന്നില്ല. രുദ്രദേവ, അങ്ങേക്കും ബ്രഹ്മദേവനും ഇപ്പോൾ അസാധ്യമായ ഒരു കാര്യം എന്റെ ദേവൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് ഇത്രയും വലിയൊരു സാഹസം? നാരദരെ, ഹയഗ്രീവൻ എന്ന ദാനവൻ 3 ലോകങ്ങളിലും ചെയ്യുന്ന മഹാക്രൂരതകളെ കുറിച്ച് അങ്ങ് തന്നെയാണ് ഇവിടെ വന്ന് പറഞ്ഞത്. പക്ഷേ ദേവി, ഹയഗ്രീവൻ എന്റെ ഭക്തനായിരുന്നു. കൊടും തപസ്സിൽ അവൻ ജ്വലിക്കുന്നത് കണ്ട് സഹതാപം തോന്നിയ ഞാൻ അവന് വരം നൽകി എന്നതാണ് സത്യം. ഹയഗ്രീവനാൽ മാത്രം മരണമെന്ന വരം. ഹയഗ്രീവൻ എന്നാൽ കുതിരത്തലയുള്ളവൻ എന്നവന് മുന്നറിയിപ്പും നൽകിയതായിരുന്നു ഞാൻ. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് അവൻ വീമ്പു പറഞ്ഞു. അന്നേ ഞാൻ നിശ്ചയിച്ചതാണ് എന്റെ ദേവന് മാത്രമേ അങ്ങനൊരു അവതാരം എടുക്കാൻ കഴിയൂ എന്ന്. എന്റെ വിഷ്ണുദേവൻ ഇനി ഹയഗ്രീവനാവും. നാരദ, വിശ്വകർമാവിനോട് ചെന്ന് പറയുക ഒരു കുതിരത്തല നിർമ്മിക്കാൻ. ഭൂമിയിലോ സ്വർഗത്തിലോ പാതാളത്തിലോ ഉള്ള ഉത്തമ അശ്വത്തിന്റെ തല പോലും പോരാ, പുതിയൊരു അശ്വശിരസ്. എന്റെ നിർദ്ദേശമെന്ന് പറഞ്ഞാൽ വിശ്വകർമാവിന് മനസ്സിലാവും. അവിടുത്തെ അഭീഷ്ടം പോലെ. പുറപ്പെട്ടുകൊള്ളുക. വിശ്വകർമാവും അശ്വശിരസും വൈകാതെ വൈകുണ്ഠത്തിലെത്തട്ടെ. ഇതിത്രയും മതി. ഇന്ദ്രാണിയുടെ അന്തഃപുരത്തിലെ മയൂരശില്പം വേഗം പൂർത്തിയാക്കൂ. തുഷ്ടാവേ, ദേവീദേവന്മാർക്കുള്ള വിശിഷ്ട ആഭരണങ്ങൾ തീർക്കാൻ തികച്ചും യോഗ്യൻ നീ തന്നെ. ഈ കണ്ഠാഭരണത്തിന് പക്ഷെ വേണമെങ്കിൽ ഇനിയും തിളക്കം കൊടുക്കാം, ശരിയല്ലേ? ഹരിനാരായണ ഹരിനാരായണ. ദേവശില്പിക്ക് വന്ദനം. വന്നാലും ത്രിലോക സഞ്ചാരി. ഇതെന്താണ് അപ്രതീക്ഷിതമായി ഗായകഋഷിയുടെ സന്ദർശനം? ആഭരണങ്ങളിലും അലങ്കാരങ്ങളിലും അശേഷം താല്പര്യമില്ലാത്ത അങ്ങ് ഈ ശില്പിയുടെ പണിശാല സന്ദർശിക്കുന്നത് അത്ഭുതം തന്നെ. വിശ്വകർമാവേ, അപ്രതീക്ഷിതമായ പലതും സംഭവിച്ചിരിക്കുന്നു വൈകുണ്ഠത്തിൽ. എന്താണാവോ? ഒരു അശ്വശിരസ് വേണമെന്ന് ലക്ഷ്മി ദേവിയുടെ ആജ്ഞ. ദേവിക്ക് എന്തിനാണാവോ അശ്വശിരസ്? ദേവിയുടെ പ്രിയതമനെ അണിയിക്കാൻ തന്നെ. മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കിത്തരാം. അവിശ്വസനീയമായ പലതിനും സാക്ഷിയാകാൻ എപ്പോഴും വിധിക്കപ്പെടുന്ന നാം തന്നെ നേരിൽ കണ്ട ആ സംഭവം വിശദമായി തന്നെ പറഞ്ഞു തരാം. വരൂ, എന്നോടൊപ്പം വരൂ. ദേവി, ഇവിടുന്ന് ഉദ്ദേശിച്ചത് ഇത് തന്നെയാവുമെന്ന് വിശ്വസിക്കുന്നു. അതെ ദേവശില്പി, ഇത് തന്നെ. ആ ശിരസ് ഈ ശരീരത്തിൽ ചേർത്ത് വെക്കുന്ന ജോലിയും അങ്ങ് തന്നെ നിർവഹിച്ചു കൊള്ളുക. ആ കൈകളുടെ കൃത്യതയ്ക്ക് പകരം വെക്കാൻ വേറൊന്നില്ലല്ലോ. ഹയഗ്രീവന്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നു വരാൻ ഏത് സത്വത്തിനാണ് ധൈര്യം?